കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും കാണുന്നത് ഒന്ന്, കേൾക്കുന്നതും ഒന്ന്, കരുണാമയനാം ദൈവമൊന്ന് എന്നാണ് അദ്ദേഹം പാടിവെച്ചത്. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതും മറ്റ് പല ദൈവങ്ങളുടെയും പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തതുമൊക്കെയാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ആദ്യമായി നാം ഒരു കാര്യം ആലോചിക്കേണ്ടത്, സത്യപ്രതിജ്ഞയിൽ എടുത്ത ചില അടിസ്ഥാനപരമായ സംഗതികളുണ്ട്. അഴിമതി കാണിക്കുകയില്ല, സ്വജനപക്ഷപാതിത്വം ഉണ്ടാവുകയില്ല, കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കും എന്നതൊക്കെ ഭരണഘടന നൽകുന്ന നിർദ്ദേശങ്ങൾ വേണ്ടതുപോലെ യഥാവിധി പാലിച്ച് പ്രവർത്തിക്കും എന്നൊക്കെ എല്ലാ പൊതുപ്രവർത്തകരും സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് അധികാര കസേരകളിലേക്ക് അമർന്നിരിക്കുന്നത്. സമൂഹത്തിൻ്റെ ഇടയിൽ ഉണ്ടാകേണ്ടുന്ന ചർച്ച സത്യപ്രതിജ്ഞ ചെയ്യുന്നതനുസരിച്ച് ജനപ്രതിനിധികൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നതാണ്. ആ വിഷയത്തിലാണ് ഓഡിറ്റിംഗ് നടക്കേണ്ടത്, അല്ലാതെ ഏത് ദൈവത്തിൻ്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തു എന്നതല്ല. BJP കൗൺസിലർമാരായിട്ടുള്ള 20ഓളം ആളുകളുടെ സത്യപ്രതിജ്ഞയെ കോടതി റദ്ദാക്കുകയും വീണ്ടും 4 ആഴ്ചയ്ക്കുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്താൽ മാത്രമേ അവർക്ക് കൗൺസിലർ പദവിയിൽ തുടരാൻ സാധിക്കുകയുള്ളൂ എന്ന് കോടതി അസന്ദിഗ്ധമായി വ്യക്തമാക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു ചർച്ച. സമൂഹത്തിൽ വിഷം വമിപ്പിക്കാൻ വേണ്ടി മാത്രം എഴുതുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ശക്തികൾ അവരുടെ വാളുകളിൽ, അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ കൃത്യമായി വർഗീയ വംശീയ വിഷം ചീറ്റി തുടങ്ങിയിട്ടുണ്ട്. അവർ പറയുന്നത്, അള്ളാഹുവിൻ്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ കോടതി അനുവദിക്കുമ്പോൾ ആറ്റുകാൽ ദേവിയുടെ പേരിലും മറ്റ് പ്രാദേശികമായ ദൈവനാമങ്ങളിലും അതുപോലെ ബലിദാനികളുടെ പേരിലും സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൽ എന്ത് തടസ്സമാണുള്ളത് എന്നതാണ് വർഗീയ വിഷം വമിപ്പിക്കുന്നവർ ചോദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തി ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ 2 തരത്തിലാണ് അയാൾക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിക്കുന്നത്. ഒന്ന്, ഇൻ ദ നെയിം ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാം. രണ്ടാമത്തത് സോളംലി അഫേം, ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യാം. ഇവിടെ ഉണ്ടാകുന്ന ചർച്ച ഈ ഇൻ ദ നെയിം ഓഫ് ഗോഡ്, ഗോഡ് എന്ന് പറയുന്ന പദത്തിൽ ഏതൊക്കെ ദൈവങ്ങളെ ഉൾക്കൊള്ളിക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ ദൈവങ്ങളുടെ പേരുകൾ തൽസ്ഥാനത്ത് ഉപയോഗിക്കാം, അവിടെ റീപ്ലേസ് ചെയ്യാം എന്നതാണ് പ്രധാനപ്പെട്ട ചർച്ച. ചില യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നമുക്ക് കണ്ണടയ്ക്കാനാവില്ല. ഭരണഘടനയിൽ ഈ കാര്യം വളരെ കൃത്യമായി പറയുന്നതിനോടൊപ്പം കേരള പഞ്ചായത്തി രാജ് 152 വകുപ്പിലും മുനിസിപ്പാലിറ്റി ആക്ടിലെ 143 വകുപ്പിലും അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് ഈ പറയുന്ന നടപടിക്രമങ്ങൾ പാലിച്ചായിരിക്കണമെന്ന് കൃത്യമായി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇവിടെ വർഗീയ ശക്തികളുടെ പ്രശ്നം ഒരു കാര്യം മാത്രമാണ്. അള്ളാഹുവിൻ്റെ നാമത്തിൽ പല അംഗങ്ങളും പൊതുപ്രവർത്തകരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നുണ്ട്. അപ്പോൾ ഹിന്ദുക്കൾ ആരാധിക്കുന്ന പ്രാദേശികമായി അംഗീകരിക്കപ്പെടുന്ന ദൈവങ്ങളുടെ നാമത്തിലും സത്യപ്രതിജ്ഞ ചെയ്താൽ അതെങ്ങനെയാണ് ഭരണഘടനാ വിരുദ്ധമാകുന്നത്, അല്ലെങ്കിൽ പഞ്ചായത്തി രാജ് മുനിസിപ്പാലിറ്റി നടപടിക്രമങ്ങൾക്കും ചട്ടങ്ങൾക്കും എതിരാകുന്നത് എന്നാണ്. ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം പരിഭാഷയാണ് ദൈവത്തിൻ്റെ നാമത്തിൽ അല്ലെങ്കിൽ ഈശ്വരൻ്റെ നാമത്തിൽ. ആർക്കും ഈ കാര്യത്തിൽ തർക്കമുണ്ടാവുകയില്ല. ഒരാൾ മലയാളത്തിൽ ദൈവത്തിൻ്റെ നാമത്തിലെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഈശ്വരൻ്റെ നാമത്തിലെന്ന് പറഞ്ഞു, അത് നെയിം ഓഫ് ഗോഡ് എന്ന് പറയുന്ന പരിധിയിൽ വരുമെന്നതിൽ ആർക്കും സംശയമൊന്നുമില്ലല്ലോ. കാരണം ഗോഡ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയാണ്, ഇംഗ്ലീഷ് ഭാഷയിലെ ദൈവത്തിൻ്റെ പദമാണ്. അത് മലയാള പദത്തിൽ ദൈവം എന്ന് ഉപയോഗിച്ചു. ഇതുപോലെ മാത്രമേ ഉള്ളൂ അറബി ഭാഷയിൽ ദൈവത്തിന് ഉപയോഗിക്കുന്ന വാക്കാണ് അള്ളാഹ്. അപ്പോൾ ദൈവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സാക്ട് ട്രാൻസ്ലേഷൻ അറബിക് ലാംഗ്വേജിൽ നോക്കിയാൽ അള്ളാഹു എന്നാണ്. ആരാധനയ്ക്ക് അർഹനായ ഒരേ ഒരുവൻ അള്ളാഹു, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇന്ന ഭാഷയിൽ ദൈവത്തിൻ്റെ നാമം എന്ന് പറയണമെന്ന് ഭരണഘടനയിലോ പഞ്ചായത്ത് രാജ് ചട്ടങ്ങളിലോ മുനിസിപ്പാലിറ്റി നിയമങ്ങളിലോ ഒന്നുമില്ലല്ലോ. ദൈവത്തിൻ്റെ നാമത്തിലായാൽ മതി. ദൈവത്തിൻ്റെ നാമം എന്ന് പറയുമ്പോൾ അതിന് മലയാള ഭാഷയിൽ അത് ഉപയോഗിക്കാമെങ്കിൽ, ദൈവം എന്ന് പറയാമെങ്കിൽ, ഇൻ ദ നെയിം ഓഫ് ഗോഡ് ഇംഗ്ലീഷ് ഭാഷയിൽ പല പൊതുപ്രവർത്തകരും ഇംഗ്ലീഷിൽ സത്യപ്രതിജ്ഞ ചെയ്യാറുണ്ട്. അപ്പോൾ അവർ ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ അറബി ഭാഷയിൽ അള്ളാഹു എന്ന് പറയുന്ന അതേ വാക്കാണ്, ദൈവത്തിൻ്റെ അതേ വാക്ക്. ദൈവം എന്ന് പറയുന്ന പദത്തിൻ്റെ അറബി ഭാഷ അള്ളാഹു ആണ്. അപ്പോൾ അള്ളാഹു എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നതിൽ
എന്താണ് ഭരണഘടനാ വിരുദ്ധതയുള്ളത് അല്ലെങ്കിൽ ചട്ടവിരുദ്ധതയുള്ളത് എന്ന് നാം ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഒരാൾക്ക് മലയാളമോ ഇംഗ്ലീഷോ ഒന്നും അറിയില്ല, അറബിയും അറിയില്ലെന്ന് കൂട്ടിക്കോ, അയാൾക്ക് വേറൊരു ഭാഷയാണ് അയാൾക്ക് സ്വായത്തമാക്കിയിട്ടുള്ളത്, ആ ഭാഷയിൽ സംസാരിക്കുന്ന ആളാണ്. അയാൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു, അയാൾക്കറിയാവുന്ന ഭാഷയിൽ അയാൾ ദൈവത്തിൻ്റെ പേര് പറഞ്ഞു. ദൈവത്തിൻ്റെ പേര് പറഞ്ഞ അയാൾ സത്യപ്രതിജ്ഞ ചെയ്താൽ അതിനെ അസാധുവാക്കണമെന്ന് പറയാൻ എന്തെങ്കിലും ന്യായമുണ്ടോ? നമുക്കറിയാം, ഈ ചർച്ച ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 2006 ഈ ചർച്ച ഉയർന്നു വന്നിട്ടുണ്ട്. 2006 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്ന 11 MLA-മാർ അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ഒരു കേസ് കേരള ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരികയും അതുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതി വളരെ വ്യക്തമായി വിധി പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത്, നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആർക്കെങ്കിലും ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ നമ്മൾ അവസരം നൽകാറില്ലേ? അപ്പോൾ ഇംഗ്ലീഷിൽ ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന് പറയാൻ അറിയില്ലെങ്കിൽ മലയാളത്തിൽ പറയാം. ഇനി മലയാളത്തിൽ പറയാൻ സൗകര്യമില്ലാത്ത ആൾക്ക് അറബി ഭാഷയിൽ പറയാം. അതാണ് അള്ളാഹുവിൻ്റെ നാമത്തിൽ പറയുന്നത്. ഇങ്ങനെ വേറൊരു ഭാഷയിൽ ദൈവത്തിൻ്റെ നാമം പറഞ്ഞു എന്നതുകൊണ്ട് എങ്ങനെയാണ് അവിടെ ഭരണഘടനാ വിരുദ്ധതയും അല്ലെങ്കിൽ ചട്ടലംഘനവും ഉണ്ടാകുന്നത്? പക്ഷേ BJP കൗൺസിലർമാരുടെ കാര്യത്തിൽ അങ്ങനെയല്ല. പ്രാദേശികമായി മാത്രം അംഗീകരിക്കപ്പെടുന്ന ദൈവനാമങ്ങൾ പറയുക, അതുപോലെ തന്നെ ബലിദാനികളുടെ പേര് പറയുക, ഇതൊക്കെ ഭരണഘടന അല്ലെങ്കിൽ ഭരണഘടന അംഗീകരിക്കുന്നുവെന്ന് പറയാൻ ന്യായീകരിക്കാൻ എങ്ങനെയാണ് ജനാധിപത്യ ബോധ്യമുള്ള മതേതരത്വ വിശ്വാസികൾക്ക് സാധിക്കുക? ഒരിക്കലും സാധ്യമല്ല. എന്നിട്ട് ചീഫ് ജസ്റ്റിസ് KG ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് എന്ന് പറഞ്ഞത് ദൈവമെന്ന വാക്കിൻ്റെ അറബി പേരാണ് അള്ളാഹു, അതിൽ എന്താണ് ഇത്ര പ്രശ്നമാക്കാനുള്ളത് എന്നായിരുന്നു അന്ന് ബെഞ്ചിലുണ്ടായിരുന്ന ജസ്റ്റിസ് RV രവീന്ദ്രൻ ചോദിച്ചത്. ദൈവത്തിൻ്റെ അറബി ഭാഷയിലെ ട്രാൻസ്ലേഷനാണ് അള്ളാഹു എന്നുള്ളത്. അപ്പം ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന് പറയുന്ന ഭരണഘടനയുടെ അതേ മൂല്യമാണ് അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്നത്. അങ്ങനെ കേരള ഹൈക്കോടതിയിൽ നിന്ന് വന്ന വിധിക്ക് സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോവുകയുണ്ടായി. 2007 സുപ്രീം കോടതിയും ആ വിഷയത്തിൽ വളരെ കൃത്യമായ ഒരു നിലപാട് വ്യക്തമാക്കുകയുണ്ടായി. അതായത്, ദൈവം എന്നതിന് സമാനമായ പദമാണ് അള്ളാഹു, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പേരിലുള്ള സത്യപ്രതിജ്ഞ ഭരണഘടനാ വിരുദ്ധമായി കാണാനാവില്ലെന്നാണ് സംസ്ഥാന യുവമോർച്ച വൈസ് പ്രസിഡന്റായിരുന്ന മധു പരുമല നൽകിയ അപ്പീലിൽ സുപ്രീം കോടതി അന്ന് വിധി പ്രസ്താവിച്ചത്. അന്നേ സുപ്രീം കോടതിയുടെ തീരുമാനമുള്ള ഒരു കാര്യത്തിൽ ഇന്നും വിവാദമുണ്ടാക്കേണ്ട എന്ത് സാഹചര്യമാണ് നിലവിലുള്ളത്? പലപ്പോഴും പല മതേതരത്വം അഭിനയിക്കുന്ന കപട മതേതരത്വ വിശ്വാസികൾ പറയാറുണ്ടല്ലോ, ബാബരി മസ്ജിദിൻ്റെ വിഷയത്തിൽ നീതി എവിടെയാണെങ്കിലും ന്യായം എവിടെയാണെങ്കിലും സുപ്രീം കോടതി ഒരു തീരുമാനം പറയുമ്പോൾ അത് അംഗീകരിക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ പൗരൻ്റെ ബാധ്യത. അത് മുസ്ലിമീങ്ങൾ അംഗീകരിച്ചിട്ടുള്ളവരാണ്. ആ രീതിയിൽ നോക്കുമ്പോൾ അതിനേക്കാളൊക്കെ മുമ്പ് വിധി വന്ന ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ വിധിയെ മാനിക്കാനുള്ള സഹിഷ്ണുത പോലും കാണിക്കാത്തവരാണ് വർഗീയതയുടെയും വംശീയതയുടെയും വിത്തുപാകിക്കൊണ്ട് കേരളത്തിൻ്റെ ഉള്ളിൽ അരങ്ങ് തകർക്കുന്നത് എന്ന പച്ചയായ യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഏത് ദൈവത്തിൻ്റെ പേര് പറഞ്ഞാലും അതേകനായ, അജയ്യനായ, സൃഷ്ടാവായ, സംഹാരകനായ, സംരക്ഷകനായ ഒരേ ഒരു ദൈവത്തിലേക്കാണ് എത്തിച്ചേരുന്നത് എന്ന കൺസെപ്റ്റിലാണ് ഭൂരിഭാഗം ഇന്ത്യക്കാരും ഹൈന്ദവ ജനവിഭാഗവും മുസ്ലിം സമൂഹവും ക്രൈസ്തവതയും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ പ്രശസ്തനായ MD രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു കവി എഴുതിയ ഒരു സിനിമാ ഗാനം പരാമർശിച്ചുകൊണ്ടാണ് കോടതി ഈ വിഷയത്തിൽ വിധി കൽപ്പിച്ചത്. കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും കാണുന്നത് ഒന്ന്, കേൾക്കുന്നതും ഒന്ന്, കരുണാമയനാം ദൈവമൊന്ന് എന്നാണ് അദ്ദേഹം പാടിവെച്ചത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന് പറയുന്നതിൽ ആർക്കാണ് അസഹിഷ്ണുത ഉണ്ടാകേണ്ടത്? ദൈവത്തിൻ്റെ നാമം എന്ന് പറയുമ്പോൾ ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെടുന്ന, പ്രാദേശികമായി മാത്രം പലരും പലതിനെയും ആരാധിക്കുന്നുണ്ടാവും. അവരുടെയൊക്കെ പേര് പറയാൻ തുടങ്ങിയാൽ അല്ലെങ്കിൽ ബലിദാനികളുടെ പേര് പറയാൻ തുടങ്ങിയാൽ ഇവിടെ ഒരു നിയമവാഴ്ചയുള്ള നാട്ടിൽ, ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു നാട്ടിൽ എങ്ങനെയാണ് മതേതരത്വത്തോടെ ജീവിക്കാൻ നമുക്ക് കഴിയുക? മതത്തിൻ്റെ അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ട് മാനവികതയുടെ സന്ദേശമാണ് ഈ രാജ്യത്ത് മുസ്ലിങ്ങളും ക്രൈസ്തവതയും നല്ലവരായ ഹിന്ദുക്കളും പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്നത്.
അതുതന്നെയാണ് മുന്നോട്ട് നമ്മുടെ സമൂഹം നിലനിർത്തേണ്ടതും. കാരണം മതം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും വ്യക്തിപരമായ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്.